ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂനും ജ്ഞാനാവിഭൂഷപരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാഭയോധിം നമാമി കൃഷ്ണം കരുണാഭയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏകത്രിംശതിതമോധ്യായഃ. കൃഷ്ണനെ തെരഞ്ഞ് പരവശകളായ ഗോപസ്ത്രീകൾ കൃഷ്ണനെ കാണാതെ വളരെ ദുഃഖിച്ച് കൃഷ്ണൻ്റെ ആഗമനവും പ്രതീക്ഷിച്ച് യമുനാപുളിനത്തിൽ ഇരുന്ന് കൃഷ്ണൻ്റെ ഗുണഗണങ്ങളെപ്പറ്റിയും ലീലാവിലാസങ്ങളെപ്പറ്റിയും പാടി പുകഴ്ത്തുന്നതാണ് ഗോപികാഗീത. ഇത് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഓരോ ശ്ലോകവും ഓരോ ഗോപിക പാടുന്നതായിട്ടാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇതിൽ 19 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഗോപികകൾ ഭഗവാനെ ശരിക്കും പ്രാകൃതികമായ പ്രേമനൈരാശ്യമല്ല പറയുന്നത്, കൃഷ്ണനെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഗോപികമാരെന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളല്ല, ഉപനിഷത്ത് സുന്ദരിമാരാണ്. അപ്പോൾ അവർ കൃഷ്ണനെ പരമാത്മാവായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് കൃഷ്ണനെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഓരോ ശ്ലോകമായിട്ട് നോക്കാം. ശ്ലോകം 1. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോപ്യാവൂചോ ജയതി തേതികം ജന്മനാ വൃജാ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദൈതദൃശ്യതാം ദിക്ഷു താവകാ സ്ത്വൈധൃതാസവാ സ്വാം വിജിന്വതേ ജയതി തേതികം ജന്മനാ വൃജാ. ദൈത, ഹേ പ്രിയതമാ, തേ അങ്ങയുടെ ജന്മന ജനനം നിമിത്തം വ്രജ ഗോകുലം വ്രജ ഗോകുലം അധികം ഏറ്റവും ജയതി ഉത്കർഷം പ്രാപിച്ചിരിക്കുകയാണ്, ഐശ്വര്യം പ്രാപിച്ചിരിക്കുകയാണ്. അല്ലയോ പ്രിയതമ, അങ്ങയുടെ അവതാര നിമിത്തം ഈ ഗോകുലം വൈകുണ്ഠത്തെ ലോകത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുകയാണ്, എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞതായിരിക്കുന്നു. ജയതി തേതികം ജന്മനാ വൃജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി. എന്തുകൊണ്ടെന്നാൽ അത്ര ഇവിടെ ഇന്ദിര ലക്ഷ്മി ശശ്വത് എപ്പോഴും ശ്രയതേ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഐശ്വര്യത്തിന് കാരണം എന്താണ്? ഭഗവാനോടൊപ്പം ഇവിടെ ലക്ഷ്മി ദേവിയുമുണ്ട്. ലക്ഷ്മി ദേവി ഭഗവാന്റെ മാറിടത്തിലാണല്ലോ വസിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ലക്ഷ്മി ദേവിയും ഗോകുലത്തിൽ തന്നെ വസിക്കുന്നു. അതുകൊണ്ട് ഈ ഗോകുലത്തിലുള്ള സർവചരാചരങ്ങളും സമൃദ്ധി പ്രാപിച്ച് സന്തുഷ്ടരായിരിക്കുന്നു. ശ്രേത ഇന്ദിര ശശ്വതത്ര ഹി ദൈതദൃശ്യതാം ദിക്ഷുതാവകാ സ്ത്വൈധൃതാസവാ സ്വാം വിജിന്വതേ. ത്വയ് അങ്ങയിൽ ധൃതാസവ ധരിക്കപ്പെട്ട പ്രാണങ്ങളോടുകൂടിയ താവകാഹ അങ്ങയുടെ സംബന്ധികൾ ദിക്കുകളിൽ ത്വാം അങ്ങയെ വിജിന്വത തിരയുന്നു. ദൃശ്യതാം അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ദാസികളായ ഞങ്ങളാകട്ടെ അങ്ങയുടെ വേർപാട് സഹിക്കാൻ അശക്തകളായിട്ട് അങ്ങയെ സർവ്വദിക്കിലും തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം നൽകണമേ. അങ്ങയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാം അർപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ പ്രാണങ്ങളെല്ലാം അർപ്പിച്ചിരിക്കുന്നത് അങ്ങയിൽ തന്നെയാണ്. അങ്ങില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതമില്ല. അതുകൊണ്ട് ദൃശ്യതാം പെട്ടെന്ന് തന്നെ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമേ എന്ന് ഒരു ഗോപിക പാടുകയാണ്.
ജയതി തേതികം ജന്മനാ വൃജാ ശയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷു താവക സ്ത്വൈതൃതാസവാ ത്വാം വിജിന്വതേ. ശ്ലോകം 2. ശരദുദാശയേ സാധുജാതസത് സരസിജോദരാ ശ്രീമുഷാദൃശാ സുരതനാദതേ ശുൽക്കദാസിക വരദനിഘ്നദോ നേഹ കിം വദാം. ശരദ് ഉദാശയേ സാധുജാത തത് സരസിജ ഉദര ശ്രീമുഷാ ദൃശ സുരതനാഥ തേ ശുൽക്കദാസിക വരദനിഘ്നതഃ ന ഇഹ കിം വധഃ. ശരദ് ഉദാശയെ ശരത്കാലത്തുള്ള ഹൃദത്തിൽ സാധുജാത ശോഭനമായ മനോഹരമായ സരസിജ മനോഹര പത്മത്തിൻ്റെ ഉദര അന്തർഭാഗത്തുള്ള ശ്രീമുഷ ശോഭയെ അപഹരിക്കുന്ന ദൃശ നേത്രത്താൽ സുരതനാഥ ഹേ ആനന്ദപ്രദ വരദ അഭീഷ്ടത തേ അങ്ങയുടെ അശുൽക്കദാസിക യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത ദാസികളെ. ശുൽക്കം എന്ന് വെച്ചാൽ പ്രതിഫലമാണ്, ശ്രീധനം എന്ന് പറയും. അശുൽക്ക എന്ന് വെച്ചാൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാസികളെ നിഘ്നത ഹനിക്കുന്ന അങ്ങയുടെ പ്രവൃത്തി ഇഹ ഈ ലോകത്തിൽ വധഹ നക്കിം ഇത് വധാർഹമല്ലേ, വധം ചെയ്യും പോലെ അല്ലേ. അപ്പോൾ അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? പരമ ആനന്ദദായക ഹേ വരദ, അങ്ങ് നൽകിയ വരം അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങളെ രമിപ്പിക്കാമെന്ന്, അത് സഫലമാക്കാനെങ്കിലും ഞങ്ങൾക്ക് ദർശനം നൽകണമേ. ശരത്കാലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ താമരപ്പൂക്കളുടെ അന്തർഭാഗത്തുള്ള ശോഭയെ അപഹരിക്കുന്ന അങ്ങയുടെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്താൽ, അതായത് ആ താമരപ്പൂവിനേക്കാളും ഭംഗിയാണ് അങ്ങയുടെ കണ്ണുകളിലുള്ള നോട്ടം. അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളെ ഇങ്ങനെ പരവശരാക്കുന്നത് കഷ്ടമല്ലേ, അത് വധം തന്നെയല്ലേ. അപ്പം അങ്ങയുടെ കടക്കണ്ണു കൊണ്ടുള്ള നോട്ടത്താൽ അപഹരിച്ച ഞങ്ങളുടെ പ്രാണങ്ങളെ വിട്ടുതരാനായിട്ടെങ്കിലും അങ്ങ് എന്ത് ചെയ്യണം? ഞങ്ങളെ ഒന്നുകൂടി കടാക്ഷിക്കണം. അങ്ങ് ഞങ്ങളുടെ അടുത്ത് വരണം. ഞങ്ങൾ യാതൊരു പ്രതിഫലത്തെയും അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തണം. അപ്പോൾ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടുള്ള ഭക്തി യഥാർത്ഥ ഭക്തിയല്ല. കർമ്മണ്യവ അധികാരസ്ഥെ മാ ഫലേഷു കഥാചന എന്നാണ്. ഫലം ആഗ്രഹിക്കാതെ വേണം നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫലവും അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അത് ഭക്തി ലക്ഷണമല്ല. പക്ഷെ ഞങ്ങൾ ഫലം കാക്ഷിക്കാതെയാണ് അങ്ങയെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളെ മുൻപിൽ പ്രത്യക്ഷപ്പെടണമേ എന്ന് പറയുകയാണ്. ശരദുദാശയേ സാധുജാതസത് സരസിജോദര ശ്രീമുഷാദൃശ സുരതനാഥതേ ശുൽക്കദാസിക വരദനിഘ്നദോ നേഹ കിം വദാം. ശ്ലോകം 3. വിഷജലാപ്യയാ വ്യാളരാക്ഷസ വർഷമാരുതാ വൈദുദാനലാ വൃഷമയാത്മജാ വിശ്വതോ ഭയാത് ഋഷഭതേ ഭയം രക്ഷിതാമുഹു. ജലാപ്യയാത്, അതായത് ഇവിടെ കാളിയൻ്റെ കാര്യം പറയാണ്. വിഷജല നിമിത്തമുണ്ടായ നാശത്തിൽ നിന്നും ഞങ്ങളെ അങ്ങ് രക്ഷിച്ചില്ലേ. കാളിയനിൽ നിന്നും, കാളിയൻ്റെ വിഷം മൂലം യമുനാ നദി വിഷലിപ്തമായപ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലേ. പിന്നെയോ വ്യാളരാക്ഷസാത്, സർപ്പമായി വന്ന അഘാസുരനിൽ നിന്ന്
ഞങ്ങളെ രക്ഷിച്ചില്ലേ വ്യാളരാക്ഷസൻ. വർഷമാരുതാത്, അതുപോലെ വൈദ്യുതാനലാത്, ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചപ്പോൾ ഭയങ്കരമായ മഴയും കാറ്റും, വൈദ്യുതാനലാത് അതായത് ഇടി തീയിൽ നിന്നും ഞങ്ങളെ അങ്ങ് രക്ഷിച്ചില്ലേ. വൃഷമയാത്മജാത്, വൃഷപുത്രനായ വത്സാസുരനിൽ നിന്ന് ഞങ്ങളെ അങ്ങ് രക്ഷിച്ചില്ലേ. വിശ്വതോ ഭയാത്, അതായത് വ്യോമാസുരനിൽ നിന്നും രക്ഷിച്ചില്ലേ. വിശ്വത ഭയാത്, സകല ഭയത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഋഷഭ, ഹേ ശ്രേഷ്ഠ, തേ അങ്ങയാൽ ഭയം ഞങ്ങൾ മുഹുഹു പല പ്രാവശ്യവും രക്ഷിക്കപ്പെട്ടവരായി. ഞങ്ങൾക്ക് എന്തൊക്കെ ആപത്തുകൾ ഉണ്ടായോ അപ്പോഴെല്ലാം അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോൾ ഞങ്ങൾ അങ്ങയെ കാണാതെ വളരെ വിഷമിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ദുഃഖമില്ലാതാക്കി തരണം. ഇത് വേറെ ഒരു ഗോപിക പറയുന്നതാണ്. വിഷജലാപ്യയാ വ്യാളരാക്ഷസാ വർഷമാരുതാ വൈദ്യുതാനലാ വൃഷമയാത്മജാ വിശ്വതോ ഭയാ ഋഷപദേ ഭയം രക്ഷിതാമുഹു. ശ്ലോകം 4. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാ അന്തരാത്മദ്രേ വിഹനസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാംകുലേ. നഖലു, ഇത് പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിന അന്തരാത്മകൃത്. അപ്പൊ ഭഗവാനെ എങ്ങനെയാണ് ഗോപികമാർ കണക്കാക്കുന്നത്? വെറും കാമാസക്തി തീർക്കാനാണോ ഭഗവാനെ ഗോപികൾ കാണാൻ പറയുന്നത്? ഗോപികൾ എങ്ങനെയാണ് ഭഗവാനെ നോക്കി കാണുന്നത് എന്നുള്ളത് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകും. നഖലു ഗോപിക നന്ദനോ ഭവാൻ. അപ്പോൾ ഗോപികാ നന്ദന, ഒരു ഗോപികയുടെ പുത്രനല്ല അങ്ങ്, യശോദയുടെ പുത്രൻ മാത്രമല്ല അങ്ങ്. നഖലു അല്ലല്ലോ, നഖലു ഗോപികാ നന്ദനോ, ഒരു ഗോപികയുടെ പുത്രൻ, അതായത് യശോദയുടെ പുത്രൻ അല്ലല്ലോ അങ്ങ്. പിന്നെ ആരാണ്? അഖിലദേഹിനാം അന്തരാത്മദൃക്, സകല ദേഹികളുടെയും സകല ജീവജാലങ്ങളുടെയും അന്തരാത്മദൃക്, അന്തരായ ആത്മാവിൻ്റെ സാക്ഷിയാകുന്നു അങ്ങ്. പിന്നെ എന്തിനാണ് അങ്ങ് ഇവിടെ അവതരിച്ചത്? വിഘനസാർത്തിതോ, വിഘനസ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിനാൽ അർത്ഥിത പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് വിശ്വഗുപ്തയെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ടാണ് സഖ, അല്ലയോ സഖ പ്രിയ, അങ്ങ് ഉദേയിവാൻ സാത്വതാംകുലേ, സാത്വതാംകുലേ യദുകുലത്തിൽ ഉദേയിവാൻ ഉത്ഭവിച്ചത്, ജനിച്ചത്. ഇപ്പം ബ്രഹ്മാവ് അല്ലെങ്കിൽ ദേവന്മാരും ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങ് യദുകുലത്തിൽ ജനിച്ചത്. അങ്ങ് യശോദയുടെ പുത്രനല്ല, പിന്നെ ആരാണ്? എല്ലാ ദേഹികളുടെയും അന്തരാത്മതൃക്, ആത്മാവായിരിക്കുന്നതാണ് അങ്ങ്. അപ്പോൾ ഗോപികൾ ഭഗവാനെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? എല്ലാവരിലും ഇരിക്കുന്ന ആത്മാവായിട്ടാണ്. അപ്പോൾ ഗോപികൾ എന്ന് പറയുന്ന സാധാരണ സ്ത്രീകളല്ല, അവർക്ക് പ്രാകൃതികമായ സ്നേഹമല്ല ഭഗവാനിലുള്ളത്. ഭഗവാൻ പരമാത്മാവായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ എല്ലാം ഉപേക്ഷിച്ച് ആ പരമാത്മാവിൽ ലയിക്കാൻ വന്നിരിക്കുന്നത്. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിന അന്തരാത്മദ്രേ വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാംകുലേ. ശ്ലോകം 5. വിരചിതാഭയം വൃഷ്ണിതുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാത് കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. വിരചിതാഭയം വൃഷ്ണിതുര്യതേ ചരണമീയുഷാം സംസൃതേ ഭയാത് കരസരോരുഹം
കാന്തകാമദം ശിരസി തേഹിന ശ്രീകരഗ്രഹം. വിരചിതാഭയം വൃഷ്ണിധുര്യ, ഹേ വൃഷ്ണികൾ വച്ച് ശ്രേഷ്ഠ, കാന്ത ഹേ മനോഹരാംഗ, സംസൃതേ സംസാരത്തിലുള്ള ഭയം ഹേതുവായിട്ട്, തേ അങ്ങയുടെ ചരണം പാദത്തെ, ഈ ഉഷാം പ്രാപിച്ചവർക്ക്, വിരചിതാഭയം ചെയ്യപ്പെട്ട അഭയത്തോട്, അങ്ങയുടെ ചരണത്തെ പ്രാപിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നവനാണ് അങ്ങ്. കാമദം അഭീഷ്ടത്തെ നൽകുന്നതായും, ശ്രീകരഗ്രഹം ശ്രീദേവിയുടെ കരത്തെ ഗ്രഹിച്ചതായും ഇരിക്കുന്ന കരസരോരുകം കരകമലത്തെ, നഖ ഞങ്ങളുടെ ശിരസിൽ തേകി വച്ചാലും. ഹേ വൃഷ്ണികളുടെ നാഥനായിട്ടുള്ളവനെ, സംസാര ദുഃഖത്തെ ഭയപ്പെട്ട് അങ്ങയുടെ ചരണത്തെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് അഭയം നൽകുന്നവനും അഭീഷ്ടവരം കൊടുക്കുന്നവനും, ലക്ഷ്മീ ദേവിയുടെ കരം ഗ്രഹിച്ചിരിക്കുന്നതുമായ അങ്ങയുടെ കരകമലം ഞങ്ങളുടെ ശിരസിൽ വച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിരചിതാഭയം വൃഷ്ണിദുര്യതേ ചരണമീയുഷാ സംസൃതേ ഭയാ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ശ്ലോകമാരം. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയാ ത്വം സനസ്മിതാ ഭജസഖേ ഭവ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയാം. വ്രജജനാർത്തിഹൻ വീരയോഷിതാം, വ്രജജനാർത്തിഹൻ വ്രജവാസികളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനെ, വീര അല്ലയോ വീര, ധീര സമർത്ഥ, നിജജനസ്മയ ധ്വംസസ്മിത തൻ്റെ ജനങ്ങളുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന മന്ദഹാസത്തോടു കൂടിയവനെ, ഭവത്കിങ്കരി അങ്ങയുടെ ദാസികളായ നഖ ഞങ്ങളെ ഭജ സ്വീകരിച്ചാലും, സഖേ ഹേ സഖാവേ, ഹേ പ്രേഷ്ഠ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ചാരു മനോഹരമായിരിക്കുന്ന ജലരുഹാനനം, ജലരുഹം എന്ന് വെച്ചാൽ താമര, താമരയുടെ മുഖം പോലെ ഉള്ള മുഖത്തോടു കൂടിയവനെ, യോഷിതാം യുവതികളായ നഖ ഞങ്ങൾക്ക് ദർശയ അങ്ങയുടെ മുഖത്തെ കാട്ടിത്തന്നാലും. അപ്പം അങ്ങ് പ്രജവാസികളുടെ ദുഃഖം സ്വീകരിക്കുന്നവനാണ്, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനാണ്. അപ്പോൾ ഈ അബലകളായ ദാസികളായ അങ്ങയെ തന്നെ ശരണമായി പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ അങ്ങ് പരമസങ്കടത്തിലാക്കരുത്. ഞങ്ങളുടെ ദുഃഖം തീർത്ത് മന്ദഹാസത്തോടു കൂടിയ ആ ശീതള മുഖകമലത്തെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാട്ടിത്തരയണമേ. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയാ ത്വം സനസ്മിതാ ഭജസഖേ ഭവത് കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയാ. ശ്ലോകം 7. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ പദാംബുജം കൃണുഭുജേഷുനാ കൃന്തി ഹൃശ്ചയം. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ പദാംബുജം കൃണു കുചേഷു നഖ കൃന്തി ഹൃച്ഛയം. ഹൃച്ഛയം. പ്രണതദേഹിനാം നമസ്കരിക്കുന്നവരുടെ പാപകർശനം, പാപത്തെ നശിപ്പിക്കുന്നവനാണ് അങ്ങ്. അങ്ങയെ നമസ്കരിക്കുന്നവരുടെ എല്ലാ പാപത്തെയും അങ്ങ് നശിപ്പിക്കുന്നവനാണ്. പിന്നെയോ തൃണചരാനുഗം പശുക്കളുടെ പിന്നാലെ നടക്കുന്നതും ശ്രീനികേതനം ശ്രീയുടെ വാസസ്ഥലമായിരിക്കുന്നവനും ഫണിഫണാർപ്പിതം കാളിയൻ്റെ ശിരസിൽ അർപ്പിച്ചതുമായ അങ്ങയുടെ തേ പദാംബുജം അങ്ങയുടെ താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദത്തെ
നഖ ഞങ്ങളുടെ കുജത്തിൽ കൃണു ചേർത്താലും ഹൃക്ഷയം മന്മഥ താപത്തെ കൃന്തി ഇല്ലാതാക്കിയാലും. അപ്പോൾ അങ്ങയുടെ പാദം കൊണ്ട് ആ കാളിയൻ്റെ ദർപ്പമൊക്കെ ഇല്ലാതാക്കി, കാളിയൻ്റെ തലയിൽ ചവിട്ടിയില്ലേ, അതുപോലെ ആ കാലുകൊണ്ട് ഞങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കി ഞങ്ങളുടെ കുജത്തിൽ ചവിട്ടേണമേ എന്ന് പറയുകയാണ്. കുജതടങ്ങൾ വച്ച് അനുഗ്രഹിച്ച് മനസ്സിൽ ബാധിച്ചിരിക്കുന്ന മന്മഥ താപത്തെ ഇല്ലാതാക്കിയാലും. അപ്പം ഹൃദയസ്ഥാനത്തിൽ ഭഗവാന്റെ പാദസ്പർശനം ഉണ്ടാകുമ്പോൾ കാമം നശിക്കും. അപ്പം മന്മഥ താപം ഇല്ലാതാകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വന്ന് അങ്ങയുടെ കാളിയൻ്റെ ദർപ്പം ശമിപ്പിച്ച് അങ്ങയുടെ പാദാംബുജം ഞങ്ങളുടെ ഹൃദയകമലത്തിൽ വയ്ക്കണമേ. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിപണാർപ്പിതം തേ പദാംബുജം കൃണുകുജേഷുനാ കൃന്തിഹൃക്ഷയം. ശ്ലോകം 8. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഹ്യധീർ അതരസീതുനാ അപ്യയായ സ്വനാം. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേഷണ. പുഷ്കരേഷണ ഹേ താമരകണ്ണ വൽഗുവാക്യ മനോഹരമായ വാക്യത്തോടു കൂടിയും ബുധമനോജ്ഞയാ ബുധന്മാരുടെ സജ്ജനങ്ങളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതുമായ മധുരയാഗിര മധുരവാക്കിനാൽ മുഖ്യതി മോഹിച്ചിരിക്കുന്ന വിധികരി ദാസികളായ ഇമാനഹ ഞങ്ങളെ അധരസീധുന അധരാമൃതത്തിനാൽ അപ്യായസ്വ ആപ്യായസ്വ ജീവിപ്പിച്ചാലും അങ്ങയുടെ അധരാമൃതത്താൽ അധരസീധുന അധരാമൃതത്താൽ ഞങ്ങളെ ജീവിപ്പിച്ചാലും. അപ്പോൾ അങ്ങ് സുന്ദരമായ വാക്യത്തോടു കൂടിയും എല്ലാ സജ്ജനങ്ങളെ ആനന്ദിക്കത്തക്ക ഗംഭീര അർത്ഥമുള്ള വാക്കുകളോടുകൂടി അങ്ങയുടെ മധുരവാക്കുകൾ കേട്ട് മോഹിച്ച് ദാസികളായ ഞങ്ങളെ മോഹിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെ അങ്ങയുടെ അധരാമൃതത്താൽ ജീവിപ്പിക്കണമേ. അങ്ങ് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ പോകും. അങ്ങ് എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ മരണത്തിനടുത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങളെ ജീവിക്കാൻ സമർത്ഥമായ പരമ ഔഷധം എന്താണ്? അങ്ങയുടെ അധരാമൃതമാണ്. അത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുകയാണ്. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാ വീരമുഖ്യദീം അതരസീതുനാ അപ്യയായ സ്വനാം. ശ്ലോകം 9. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ പൂരിതാജനാം. തവ കഥാമൃതം തപ്തജീവനം തപിപ്പിച്ചവരെ ജീവിപ്പിക്കുന്നതാണ് അങ്ങയുടെ കഥാമൃതം, കഥയാകുന്ന അമൃതം. കവിഭിഹി കവികൾ പണ്ഡിതന്മാർ ബ്രഹ്മവിത്തുക്കളാൽ ഈഡിതം സ്തുതിക്കപ്പെടുന്നതാണ്. കൽമഷാപകം പാപത്തെ നശിപ്പിക്കുന്നതാണ്. ശ്രവണമംഗളം മംഗളത്തെ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ കേൾക്കുന്നത് കൊണ്ട് മംഗളം നൽകുന്നതാണ്. ശ്രീമത് സുശാന്തമായ തവ അങ്ങയുടെ കഥാമൃതം കഥയാകുന്ന അമൃതത്തെ ഭുവി ഭൂമിയിൽ യാതൊരുത്തൻ ആതതം വിസ്തൃതമാകും വണ്ണം ഗൃണ്ണന്തി പാടുന്നുവോ തേ ജനങ്ങൾ പൂരിത ബഹുദാനം ചെയ്യുന്നവരാകുന്നു. അങ്ങയുടെ കഥയാകുന്ന അമൃതം മറ്റുള്ള അമൃതത്തെക്കാളും ശ്രേഷ്ഠമാണ്. ആ
കഥാ അമൃത ശ്രവണം കൊണ്ട് തന്നെ ജീവിത സാഫല്യം നേടുന്നു. അപ്പോൾ അങ്ങയുടെ ആ അമൃതത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ അങ്ങയെ കാണുന്നത് എത്ര ധന്യമാണ്. ആ വിധം ധന്യകളാക്കി തീർക്കാൻ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാകണമേ. കഥാശ്രവണം മരണമില്ലാതെയാക്കുന്ന ദിവ്യ അമൃത സേവയാണ്. അത് ഭക്തിയുടെ പരമകാഷ്ഠയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തവ കഥാമൃതം തപ്തജീവനം കവിപീഡിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ പൂരിതാജനാം. ശ്ലോകം 10. പ്രഹസിതം പ്രിയാ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാ ഹൃദി സ്പൃശാ കുഹനോമന ക്ഷോഭയന്തി. പ്രഹസിതം പ്രിയ, പ്രിയ അല്ലയോ പ്രിയ. കുഹ കപടപടോ, അങ്ങയുടെ കപടപടം അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. യാതൊന്ന് ഹേതുവായിട്ട് തേ പ്രഹസിതം, അങ്ങയുടെ പ്രകടഹാസവും പ്രേമവീക്ഷണം പ്രേമ സഹിതമായ നോട്ടവും ധ്യാനമംഗളം ധ്യാനമാത്രത്താൽ മംഗളപ്രദവുമായ വിഹരണം ക്രീഡയും ഹൃദിസ്പൃശ ഹൃദയത്തിൽ പതിയുന്ന രഹസ്യ സംവിധ അങ്ങയുടെ ആ സല്ലാപങ്ങളും നഖ ഞങ്ങളുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നു. അപ്പം അങ്ങയുടെ വിലാസ ചേഷ്ടകളാൽ മനക്ഷോഭത്തെ പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കഥാശ്രവണം മാത്രം ശാന്തികരമായി വരികയില്ല. അങ്ങയുടെ ദർശനം തന്നെ വേണം. അല്ലയോ പ്രിയ, അങ്ങയുടെ പ്രകടഹാസവും പ്രേമപൂർവമായ കടാക്ഷവും ധ്യാനമാത്രത്താൽ മംഗളപ്രദമായിരിക്കുന്ന വിലാസലീലകളും ഹൃദയത്തിൽ നിന്നും വിട്ടുപോകാതിരിക്കുന്ന അങ്ങയുടെ വിനോദ സല്ലാപങ്ങളും ഞങ്ങളുടെ മനസ്സിനെ ഇളക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങയെ കാണാതെ ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങയുടെ ദർശനം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകണമേ. പ്രഹസിത പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാ ഹൃദി സ്പൃശ കുഹനോമന ക്ഷോഭയന്തി. ശ്ലോകം 11. ചലസിയത് പ്രജാ ചാരയൻ പശൂൻ നളിനസുന്ദരം നാഥതേ പദം ശിലതൃണാങ്കുരൈ സീതദീദിന കലിലതാമന കാന്തഗച്ഛതി. ചലസി യത് വ്രജാ ചാരയൻ പശും നളിനസുന്ദരം നാഥ, ഹേ നാഥ, ഹേ സ്വാമിൻ, കാന്ത, ഹേ മനോഹര പ്രിയ, യത് എപ്പോൾ പശുക്കളെ ചാരയൻ പശുക്കളെ മേച്ചുകൊണ്ട് വ്രജാത് ഗോകുലത്തിൽ നിന്ന് പശുക്കളെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ഗോകുലത്തിൽ നിന്ന് ചലിക്കുന്നുവോ അപ്പോൾ നളിനസുന്ദരം, നളിനം താമരപ്പൂ പോലെ മനോഹരമായ തേ പദം അങ്ങയുടെ കാൽ ശില തൃണാങ്കുരൈ കല്ലുകൾ കൊണ്ടും പുൽക്കുറ്റികൾ കൊണ്ടും സീതദീതി തളരുമെന്ന് നഹമന ഞങ്ങളുടെ മനസ്സ് കലിലതാം അസാസ്യത്തെ ദുഃഖത്തെ ഗച്ഛതി പ്രാപിക്കുന്നു. അയ്യോ, അങ്ങ് സഞ്ചരിക്കുമ്പോൾ അങ്ങയുടെ കാലിൽ കല്ലും മുള്ളും എല്ലാം കൊള്ളുകയില്ലേ? അത് ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ്. ചലസിയത് വ്രജാ ചാരയൻ പശൂൻ നളിനസുന്ദരം നാഥതേ പദം ശിലതൃണാങ്കുരൈ സീതദീദിന കലിലതാമന കാന്തഗച്ഛതി. 12. ദിനപരീക്ഷയേ നീലകുന്തളൈർ വനരുഹാനനം വിഭ്രതാവൃതം ഖനരജസ്വലം ദർശയൻ മുഹുർ
മനസ്സിന സ്മരം വീരയച്ഛതി. ദിനപരീക്ഷയെ, ദിനാവസാനത്തിൽ നീലകുന്തളൈ, നീല നിറമുള്ള തലമുടികളാൽ ആവൃതം ചുറ്റപ്പെട്ടതും ഘനരജസ്വലം, പൊടികൾ തിങ്ങിയിരിക്കുന്നതുമായ വനരുകാനനം, താമരപ്പൂ പോലെ ഇരിക്കുന്ന ആ മുഖത്തെ വീരാകെ സമർത്ഥ ബിഭ്രത് ഭരിക്കുന്നവനും ദർശയൻ കാട്ടിത്തരുന്നവനുമായ അങ്ങ് നഖ ഞങ്ങളുടെ മനസ്സിൽ സ്മരം മന്മഥ താപത്തെ മുഹു വീണ്ടും വീണ്ടും യച്ഛതി നൽകുന്നു. അങ്ങയെ കാണാതെ ഞങ്ങളുടെ മനസ്സിൽ മന്മഥ താപം കൂടിക്കൂടി വരികയാണ്, കാമതാപം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് പെട്ടെന്ന് തന്നെ ഞങ്ങളെ അടുത്തെത്തണം. അങ്ങ് വൈകിട്ടാകുമ്പോഴോ നീല നിറമുള്ള തലമുടികൾ അഴിഞ്ഞു വീണിരിക്കുന്ന പശുവിനെയൊക്കെ മേയിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ മുടിക്കെട്ടൊക്കെ അഴിഞ്ഞു വീണ് പിന്നെ മുഖത്തൊക്കെ ആ മുടിയൊക്കെ വന്ന് പശുക്കുളമ്പുകൾ കൊണ്ട് പൊങ്ങുന്ന ആ പൊടിപടലങ്ങളൊക്കെ പറ്റിയിടിക്കുന്ന ആ മുഖകമലത്തെ ഞങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്യുന്നവനായിട്ട് ഞങ്ങളുടെ മനസ്സിലെ മന്മഥ വികാരത്തെ ജനിപ്പിക്കുക മാത്രം ചെയ്യുന്നതല്ലാതെ അങ്ങയുടെ സംഘത്തെ ഞങ്ങൾക്ക് നൽകുന്നില്ലല്ലോ. അതിനാൽ അങ്ങ് കപട സ്വഭാവമുള്ളവനാണ്. അങ്ങ് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് ദർശനം തന്നാലും. ദിനപരീക്ഷയേ നീലകുന്തളൈർ വനരുകാനനം വിഭ്രതാവൃതം കനരജസ്വലം ദർശയൻ മുഹൂർ മനസ്സിന സ്മരം വീരയച്ഛസി. ശ്ലോകം 13. പ്രണതകാമദം പത്മദാർച്ചിതം ധരണിമണ്ഡനം തേയമാപതി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേഷു അർപ്പയാദിഹൻ. രമണ നഖ തനേഷു അർപ്പയ ആധിഹൻ. ആധികൻ മനോദുഃഖത്തെ തീർക്കുന്ന, ആദികളെ തീർക്കുന്ന രമണ ഹേ കാന്ത. പ്രണതകാമദം നമസ്കരിക്കുന്നവരുടെ കാമത്തെ അഭീഷ്ടത്തെ നൽകുന്നതും പത്മജാർച്ചിതം ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെടുന്നതും ധരണിമണ്ഡനം ഭൂമിക്ക് അലങ്കാരമായിരിക്കുന്നതും ആപത്തിൽ ധ്യേയം ധ്യാനിക്കപ്പെടാൻ യോഗ്യവും ശന്തമം പരമസുഖത്തെ തമം ചന്തമം ശമെന്ന് വെച്ച സുഖം പരമസുഖത്തെ നൽകുന്നതുമായ തേ ചരണ പങ്കജം അങ്ങയുടെ പാദകമലത്തെ നഖ ഞങ്ങളുടെ സ്തനേഷു സ്തനങ്ങളിൽ അർപ്പിച്ചാലും. അങ്ങ് കപട നാടകം കളിക്കുകയാണ്. അങ്ങ് ഈ കാപട്യമെല്ലാം കളഞ്ഞ് അങ്ങ് ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് വരണം. മനസ്സിലുള്ള സർവ്വതാപവും തീർത്ത് രമിപ്പിക്കുന്ന അല്ലയോ കാന്ത. ബ്രഹ്മാവിനാൽ കൂടി പൂജിക്കപ്പെടുന്നവനും ധ്യാനമാത്രത്താൽ സർവ്വ ആപത്തുകളും നശിപ്പിക്കുന്നതിനും സേവാസമയത്തിൽ കൂടി പരമസുഖം നൽകുന്നതുമായ അങ്ങയുടെ ചരണ പങ്കജം ഞങ്ങളുടെ കുജതടങ്ങളിൽ വച്ച് ഞങ്ങളുടെ മന്മഥതാപം തീർത്ത് ഞങ്ങളെ സുഖിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡലം ധേയമാപതി ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേഷ് അർപ്പയാധിഹൻ. ശ്ലോകം 14. സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മാരണം നൃണാം വിതരവീരനാ സ്തേ തഥാ അധരാമൃതം. സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവി സ്മാരണം നൃണാം വിതരവീരനാ സ്തേതരാമൃതം. വീര ഹേ ശൂര, സുരതവർദ്ധനം സുരത സുഖത്തെ വർദ്ധിപ്പിക്കുന്നതും ശോകനാശനം ദുഃഖത്തെ നശിപ്പിക്കുന്നതും സ്വരിത വേണുന ശബ്ദിപ്പിക്കപ്പെടുന്ന വേണുവിനാൽ സുഷ്ടു ശോഭനമാവണ്ണം ചുംബിക്കപ്പെടുന്നതും നൃണാം മനുഷ്യരുടെ ഇതര രാഗവിസ്മാരണം ഇതര സുഖാശയെ വിസ്മരിപ്പിക്കുന്നതുമായ തേ അധരാമൃതം
അങ്ങയുടെ അധരാമൃതത്തെ നഹ ഞങ്ങൾക്ക് വിതരാ തന്നാലും. സുരത സുഖത്തെ വർദ്ധിപ്പിക്കുന്നതും സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതും മനുഷ്യർക്ക് സാർവഭൗമിക ആദി സുഖങ്ങളിൽ കൂടി ആഗ്രഹം ഇല്ലാതെ ആക്കി തീർക്കുന്നതുമായ അങ്ങയുടെ അധരാമൃതം. അപ്പോൾ ആ സുഖ അനുഭവം തന്ന അതിൽ കൂടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്ന അങ്ങയുടെ അധരാമൃതം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കരുണയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാൻ ഇത് ഒരു പ്രയാസവുമില്ല. അപ്പോൾ അങ്ങയാൽ ശബ്ദിപ്പിക്കപ്പെടുന്ന ഈ വേണുവിന് പോലും ആ അധരാമൃതം കിട്ടുന്നു. അപ്പോൾ വേണു ഭാഗ്യം ചെയ്തതാണ്. പക്ഷെ ഞങ്ങളെ ദാസികളായ ഞങ്ങൾക്ക് അങ്ങ് ഇത് തരുന്നില്ലല്ലോ. സുരതവർദ്ധനം ശോകനാശനം സ്തുരിത വേണുന സുഷ്ടുചുംബിതം ഇതരരാഗവീ സ്മാരണം നൃണാം വിതരവീരന സ്തേതരാമൃതം. ശ്ലോകം 15. അടതിയദ്ഭവാൻ അഗ്നികാനനം തൃഡിർയുഗായതേ തോമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പഷ്മഹൃദൃശാം. അടതിയദ്ഭവാൻ അഗ്നികാനനം. അഗ്നി പകൽ സമയത്തിൽ എപ്പോൾ ഭവാൻ അങ്ങ് കാനനം വൃന്ദാവനത്തെ അടതി സഞ്ചരിക്കുന്നു. ത്വം അങ്ങയെ അവശ്യതാം കാണാത്തവരായ ഞങ്ങൾക്ക് പകൽ മുഴുവൻ അങ്ങ് കാട്ടിലൂടെ പശുക്കളെ മേയിച്ച് നടക്കും. അപ്പോൾ പകൽ കാണാത്തതായ ഞങ്ങൾക്ക് ത്രുടി ക്ഷണാർത്ഥം ഒരല്പസമയം പോലും യുഗാതതെ യുഗം പോലെ നീണ്ടതായിരിക്കുന്നു. അങ്ങയെ കാണാതെ ഒരു അല്പനിമിഷം ഇരുന്നാൽ പോലും അയ്യോ യുഗങ്ങളോളം അങ്ങയെ കണ്ടില്ല എന്ന് ഞങ്ങൾക്ക് തോന്നും. കുടിലകുന്തളം ചുരുണ്ട തലമുടിയോടുകൂടിയ തേ അങ്ങയുടെ ശ്രീമുഖം മനോഹരമായ മുഖത്തെ ഉദീക്ഷത ഉത്കണ്ഠയോടുകൂടി നോക്കുന്ന ദൃശ്യം കണ്ണുകൾക്ക് പഷ്മകൃത് പോളകൾ സൃഷ്ടിച്ചവൻ ജഡ മന്ദൻ എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളുടെ കണ്ണുകൾ ഈ അടഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോൾ തന്നെ കണ്ണിനെ ഇങ്ങനെ അടയ്ക്കും. അപ്പോൾ ഈ കൺപോളകൾ തന്നിരിക്കുന്ന അതുകൊണ്ടല്ലേ കണ്ണടയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാവ് ഞങ്ങൾക്ക് ഈ സൃഷ്ടിച്ച ബ്രഹ്മാവ് ബുദ്ധിഹീനനാണ്. എന്താണ്? കണ്ണുകൾക്ക് ഈ അടയ്ക്കാൻ ആ ഒരു വേല കൂടെ തന്നിരിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാതിരുന്നെങ്കിലോ? കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യില്ല. അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങ് സൃഷ്ടികർത്താവ് ജഡനാണ്, ബുദ്ധിഹീനനാണ്. ഈ കണ്ണിനെ അടയ്ക്കാനുള്ള ആ ഉന്മേഷ നിമിഷം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനുള്ള ആ സൃഷ്ടി കൂടി അങ്ങ് ആ ബ്രഹ്മാവ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ മുഖത്തിൻ്റെ ശോഭ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തിൽ എന്തു ചെയ്യും? കണ്ണുകൾ പെട്ടെന്ന് അടഞ്ഞു പോകും. ഇതാരാണ് സൃഷ്ടിച്ചത്? ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവിനെ ബുദ്ധിഹീനൻ എന്ന് പറയുകയാണ്. ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ കണ്ണടയാതിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങയെ തന്നെ നോക്കി നിൽക്കാമായിരുന്നു. അടതിയദ്ഭവാൻ അഗ്നികാനനം തുടിർയുഗായതേ തോമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പഷ്മഹൃദൃശാം. ശ്ലോകം 16. പ്രതിസുതാന്വയാ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യതേ അന്ത്യച്യുതാഗത ഗതിവിദസ്തവോ ഗീതമോഹിത ഹിതവയോഷിത കസ്ത്യജേ നിശിൻ. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ വിലംഘ്യ തേ അന്ത്യ അച്യുത ആഗത. അച്യുത അല്ലയോ ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ, ഗതിവിധ ഗതിയെ അറിയുന്നവരായ വയം ഞങ്ങൾ തവ അങ്ങയുടെ ഉദ്ഗീതമോഹിത ഉച്ചത്തിലുള്ള ആ ഗീതത്താൽ മോഹിച്ചവരായി, അങ്ങയുടെ വേണുഗാനത്താൽ മോഹിച്ചവരായി പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ. പതി ഭർത്താക്കന്മാർ, സുതപുത്രന്മാർ, ബാന്ധവ ബന്ധുക്കൾ, ഭ്രാതൃ സഹോദരന്മാർ, ഇവരെല്ലാം അതിവിലംഘ്യ ആദരിക്കാതെ അവരൊക്കെ തടസ്സപ്പെടുത്തിയിട്ടും തേ അങ്ങയുടെ അന്തി സമീപത്ത് ആഗത ഞങ്ങൾ എത്തിച്ചേർന്ന് ആഗമിച്ചവരായി കിതവ ഹേ വഞ്ചക
നിശി രാത്രിയിൽ യോഷിത സ്ത്രീകളായ ഞങ്ങളെ കഹ ആർ ത്യജിക്കും. അപ്പോൾ അങ്ങയുടെ വേണുഗാനം കേട്ടാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്. ഈ രാത്രിയിൽ ഞങ്ങളെ ഇട്ടിട്ട് അങ്ങ് ഓടിക്കളഞ്ഞല്ലോ വഞ്ചക. വേറെ ആര് ഞങ്ങളെ ഈ സ്ത്രീകളെ ഈ രാത്രി ഇവിടെ ഇട്ടിട്ട് ഓടിക്കളയും എന്ന് ചോദിക്കുകയാണ്. പ്രതിസുതാന്വയാ പ്രാതൃബാന്ധവാൻ അതിവിലംഘ്യതേ അന്ത്യച്യുതാഗത ഗതിവിധസ്തവോ ഗീതമോഹിത ഹിതവഭോഷിത കസ്ത്യജേത്നിശീ. അടുത്ത ശ്ലോകം. ഇവിടെ ഗിതിവിധ സ്തവ ഉദ്ഗീതമോഹിത എന്നാണ്. ഉദ്ഗീതമോഹിത. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ രാഗം കിട്ടുമ്പോഴും അതുകൊണ്ടാണ് ഗതവിധസ്തവോദ്ഗീതമോഹിത ഉദ്ഗീതമോഹിത എന്നാണ് വരുന്നത്. പക്ഷെ നമ്മൾ ആ പാട്ടിൽ വരുമ്പോൾ ഗതിവിധസ്തവ ഉദ്ഗീതമോഹിത എന്ന് വരുമ്പോൾ ശരിയാവില്ല. അതുകൊണ്ടാണ് ഗതിവിധസ്തവോദ്ഗീതമോഹിത ഉദ്ഗീത എന്നാണ് വരുന്നത്. ശ്ലോകം 17. ശ്ലോകം 17. രഹസ്യ സംവിദം കൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരാശ്രിയോ വീക്ഷ്യതാമതേ മുഹരതിസ്പൃഹ മുഹ്യതേ മനാം. രഹസ്യ സംവിദം ഹൃച്ഛയോ ഉദയം. ഹൃച്ഛയ ഉദയം, അതാണ് ഹൃച്ഛയോദയം. ഹൃച്ഛയ മന്മഥന്റെ ഉദയത്തോടു കൂടിയ കാമവികാരം. രഹസ്യ ഏകാന്തത്തിലുള്ള സംവിധം സങ്കേത പ്രവൃത്തിയെയും പ്രേമവീക്ഷണം പ്രേമത്തെ സൂചിപ്പിക്കുന്ന നോട്ടത്തോടുകൂടിയ പ്രഹസിതാനനം മന്ദഹാസയുക്തമായ മുഖത്തെയും ശ്രീയഹ ലക്ഷ്മി ദേവിയുടെ ധാമ സ്ഥാനമായും ബൃഹത് വിപുലമായിരിക്കുന്ന തേ ഉര അങ്ങയുടെ വക്ഷസിനെയും മുഹു പിന്നെയും വീക്ഷ കണ്ടിട്ട് അതിസ്പൃഹ അധിക താല്പര്യം ജനിക്കുന്ന മനഃ മനസ്സ് മുഹ്യതേ മോഹിക്കുന്നു. അപ്പം ഏകാന്തത്തിൽ മന്മഥ വികാരത്തെ ജനിപ്പിക്കുന്ന ഓരോവിധം പ്രവൃത്തികൾ, ഞങ്ങളിൽ അതിസ്നേഹമുണ്ടെന്ന് ഞങ്ങളെ ധരിപ്പിക്കുന്ന കടാക്ഷം, പിന്നെ പുഞ്ചിരിയോടുകൂടിയുള്ള അങ്ങയുടെ മുഖാരവിന്ദം, ലക്ഷ്മിയുടെ വാസസ്ഥാനമായ വിശാല വക്ഷസ്ഥലം, ഇവയൊക്കെ പല പ്രാവശ്യം കണ്ടിരിക്കുന്നതിനാൽ അങ്ങയോടുള്ള ചേരണമെന്നുള്ള ഇച്ഛ ഞങ്ങൾക്ക് അധികരിക്കുകയാണ്. അത് സാധിക്കാതിരുന്നാൽ ഞങ്ങളിപ്പോൾ മനസ്സ് തളർന്ന് മോഹാലസ്യം പ്രാപിക്കും. അതുകൊണ്ട് അങ്ങയുടെ ദർശനം എന്ന് വെച്ചാൽ പെട്ടെന്ന് മരണം തന്നെ സംഭവിക്കാമെന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങയുടെ ദർശനം ഉണ്ടാകണമേ. രഹസ്യ സംവിദം കൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യതാമതേ മുഹരതിസ്പൃഹ മുഹ്യതേ മനാം. ശ്ലോകം 18. വ്രജവനൗകസാം വ്യക്തിരംഗതേ വ്രജനഹന്ത്ര്യലം വിശ്വമംഗളം ത്യജമനാക്ഷതനാ ത്വസ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാ എന്നിഷോദനം. വ്രജവനൗകസാം വ്യക്തി അംഗ. ഹേ പൂജ്യ, തേ അങ്ങയുടെ വ്യക്തി അവതാരം വ്രജവനൗകസാം വ്രജവാസികളുടെയും വനവാസികളുടെയും വ്രജിതഹന്ത്രി ദുഃഖത്തെ നശിപ്പിക്കുന്നതിനാണ്. അങ്ങ് എന്തിനാണ് ഇവിടെ വ്രജത്തിൽ അവതരിച്ചത്? വ്രജവാസികളുടെയും വനവാസികളുടെയും ദുഃഖം നശിപ്പിക്കുന്നതിനാണ്. വിശ്വമംഗളം ലോകത്തിന് മംഗളം ഉണ്ടാക്കുന്നതിനാണ്. പരിത്രാണായ സാധൂനാം ത്വത്സ്പൃഹാത്മന അങ്ങയിൽ ആഗ്രഹമുള്ള മനസ്സോടുകൂടിയ നഹ ഞങ്ങൾക്ക് സ്വജനഹൃദ്രുജാം സ്വജനങ്ങളുടെ രോഗങ്ങളുടെ നിഷൂദനം നാശകമായത് യാതൊന്നോ അതിനെ മനാക് അല്പം ത്യജ തന്നാലും. അപ്പം ഞങ്ങളുടെ ഹൃദയ ദുഃഖത്തെ ഇല്ലാതാക്കുക. അങ്ങ്
ഇല്ലാതാക്കണം. അങ്ങ് അവതരിച്ചിരിക്കുന്നത് തന്നെ വ്രജവാസികളായ ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതിനാണ്. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് തന്നെ വന്ന് ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കിയാലും. വ്രജവനൗകസാം വ്യക്തിരംഗതേ വ്രജനഹന്ത്രലം വിശ്വമംഗളം തെജമനാർച്ചന സ്വസ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം എന്നിഷൂദനം. ശ്ലോകം 19. യത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു പീതാശനൈ പ്രിയ ദധീമഹി കർക്കശേഷു തേനാടവീമടസി തദ്വ്യഥതേന കിംസ്വേൻ കൂർപ്പാദിഭിർഭ്രമതിധീർ ഭവദായുഷാം നഃ. യത്തേ യത്ത് തേ സുജാതചരണാംബുജ രുഹം സ്തനേഷു പീതാഹ ശനൈഃ പ്രിയ ദധീമഹി കർക്കശേഷു തേന അടവീം അടസി തദ്വ്യഥതേ ന കിംസ്വിത് കൂർപ്പാദിഭിഃ ഭ്രമതി ധീഹി ഭവദായുഷാം നഃ. പ്രിയ, ഹേ പ്രിയനെ, തേ അങ്ങയുടെ യാതൊരു സുജാതചരണാംബുരുഹം, സുജാതം വെച്ചാൽ ഭംഗിയുള്ള കോമളമായ, ചരണാംബുരുഹം പാദപത്മത്തെ, അംബുരുഹം എന്ന് വെച്ചാൽ താമര, താമര പോലെയുള്ള ആ പാദപത്മത്തെ, കർക്കശേഷു കഠിനങ്ങളായിരിക്കുന്ന സ്തനേഷു സ്തനങ്ങളിൽ, ഭീത ഭയപ്പെട്ടവരായിട്ട്, ശനൈഹി പതുക്കെ, ദധീമഹി ഞങ്ങൾ ധരിച്ചു കൊള്ളാം. അങ്ങയുടെ പാദം എന്ന് പറയുന്നത് താമരപ്പൂ പോലെ മൃദുവാണ്, പക്ഷെ ഞങ്ങളുടെ സ്തനോ അതിനനുസരിച്ച് കാഠിന്യമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങക്ക് വേദനിക്കാതെ ഞങ്ങളുടെ സ്ഥലങ്ങൾ വെച്ചു കൊള്ളാം. തേന ആ പാദം കൊണ്ട് അടവിയും കാട്ടിൽ അടസി സഞ്ചരിക്കുന്നു. അത് കൂർപ്പാദിഭി കല്ലുകളൊക്കെ കൊണ്ട് വ്യഥതേ ന കിംസിത് വേദനിക്കുന്നില്ലയോ? കാട്ടിലങ്ങ് സഞ്ചരിക്കുമ്പോൾ കല്ലും മുള്ളുമൊക്കെ കൊണ്ട് അങ്ങയുടെ കാല് വേദനിക്കില്ലേ? ഭവദായുഷാം അങ്ങാകുന്ന പ്രാണനോടുകൂടിയ നഖ ഞങ്ങളുടെ തീ മനസ്സ് ഭ്രമിക്കുന്നു, ഞങ്ങളുടെ മനസ്സ് വല്ലാതെ ദുഃഖിക്കുന്നു. അങ്ങ് കാട്ടിലൊക്കെ സഞ്ചരിച്ചത് മതി, കാല് വേദനിക്കൂലേ? അങ്ങയുടെ ആ പാദപത്മത്തെ ഞങ്ങളുടെ ആ കുജങ്ങളിൽ ഞങ്ങൾ പതുക്കെ ധരിച്ചോളാം, അങ്ങക്ക് വേദനിക്കാതെ ധരിച്ചു കൊള്ളാം. അപ്പം അങ്ങനെ ഗോപികൾ ഭഗവാനുള്ള ആ പരിശുദ്ധ പ്രേമത്തിൻ്റെ, അതല്ലെങ്കിൽ ഭക്തിയുടെ പരമകാഷ്ഠയിലാണ് ഇത് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്? വെറും പ്രാകൃതികമായ പ്രേമമാണോ? അവിടെ പറയുമല്ലോ, നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. അപ്പോൾ എല്ലാ ദേഹികളിലും ഇരിക്കുന്ന ആത്മാവാണ് അങ്ങ് എന്ന് ആ ഗോപികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇവർ സാധാരണ ഗോപികമാരല്ല, ഉപനിഷത്ത് ദേവതമാരാണ്, ഉപനിഷത്ത് സുന്ദരിമാരാണ്. ഭഗവാൻ അവതരിച്ചപ്പോൾ പല ആൾക്കാരും ഇതുപോലെ ദേവാംഗനമാരും ഉപനിഷത്ത് സുന്ദരികളും എല്ലാം ഇവിടെ ഗോപികമാരായിട്ട് അവതരിച്ചതാണ്. അപ്പം അങ്ങനെ ഭഗവാനോട് അവർ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എല്ലാവരുടെ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനാണല്ലോ, അതിനാണല്ലോ ഈ ഗോകുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ദുഃഖത്തെ അങ്ങ് ഇല്ലാതാക്കിയാലും പെട്ടെന്ന് തന്നെ അങ്ങയുടെ മുഖത്തെ ഞങ്ങൾക്ക് ദർശിപ്പിച്ചു തരണം. അങ്ങയുടെ പാദത്തെ ഞങ്ങളുടെ ഭുജങ്ങളിൽ അമർത്തി ഞങ്ങളുടെ കാമതാപത്തെ ഇല്ലാതാക്കി, ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഞങ്ങൾ അങ്ങയിൽ, അതായത് ഇവിടെ ആ ജീവാത്മാവ് ആ പരമാത്മാവിനോട് ലയിക്കുന്ന അവസ്ഥ വരെ എത്തുകയാണ്. ഗോപികൾ അങ്ങനെയാണ്. ഈ രാസക്രീഡയിൽ അതാണ്, ജീവാത്മാ പരമാത്മാ ഐക്യമാണ് കാണുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ പ്രാകൃത സ്നേഹമല്ല. അവരിവിടെ കാമപീഡ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുവെങ്കിലും അവർ ഭഗവാനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു പീതാശനൈ പ്രിയ ദധീമഹി കർക്കശേഷു തേനാടവീമടസി തദ്വ്യഥതേന കിംസ്യേത് പൂർപ്പാദിഭിർഭ്രമതിധീർ
ഭവതായുഷാം നഗാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ ഏകാത്രിംശോऽധ്യായः സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.